അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയും ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സംയുക്തമായി യോഗാ ദിനം ആചരിച്ചു. പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ഹൃദയവും ശ്വാസകോശവും തലച്ചോറുമെല്ലാം പാകപ്പെട്ടു വന്നിട്ടുണ്ട്. അത് അതിന്റെ പ്രവർത്തനങ്ങൾ തുലവും വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട്. ഹൃദയം ശരിക്കും പ്രവർത്തിക്കുന്നില്ല, സന്ധികൾ പ്രവർത്തിക്കുന്നില്ല, മനസ്സാണെങ്കിൽ വിചാരിക്കുന്ന സ്ഥലത്തെത്തുന്നില്ല. ഇത്യാദി കാരണങ്ങളുണ്ട് വാർദ്ധക്യത്തിന്റെ പടിവാദത്തിൽ നിൽക്കുന്നവരാണ് ഭൂരിഭാഗം. തല നിറച്ചു പോയിട്ടുണ്ട്, ദുഃഖങ്ങളുണ്ട്, കുടുംബജീവിത പ്രശ്നങ്ങളുണ്ട്, മനസ്സിന് വിഷമങ്ങളുണ്ട്. ഇത് രാവിലെ ഞാനൊരു 6:15 ഒരു യോഗ കോഴിക്കോട് വെച്ചിട്ട് നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഞാൻ അധികം പോലും വ്യായാമങ്ങളുടെ നിരക്ക് എന്ന് പറയുന്നത്, ഭൗതിക വ്യായാമം എന്ന് പറയുന്നത് നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉരല് കൊട്ടുന്ന ഒരു സ്ഥിതി നമുക്ക് മുന്നിക്കാം. വീട്ടിൽ അമ്മി അരയ്ക്കുന്ന പരിപാടി നമുക്കില്ല, വെള്ളം കോരുന്ന പരിപാടി നമുക്കില്ല. എന്തൊക്കെ വ്യായാമങ്ങൾ ഒരു കാലത്ത് ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്നു, അതിൻ്റെ യന്ത്രങ്ങൾക്ക് ഇറക്കിയിരിക്കുന്നു. നമ്മുടെ കയ്യും കാലും നടക്കണമെങ്കിൽ ഇപ്പോൾ രസാവഹനം അതും യന്ത്രത്തിൻ്റെ മേഖലയിൽ മാത്രമേ. പലരും ജിമ്മിൽ കയറി പോകുന്നു. നമ്മുടെ നാട്ടിൽ ഒരു മുളക് കുഴിച്ചിടാനോ തെങ്ങ് കുഴിച്ചിടാനോ ഒരു പണിക്കോ നമ്മുടെ വീട്ടിലെ ജോലിക്കാർക്ക് പോലും, നമ്മുടെ വീട്ടിൽ ധാരാളം സ്ഥലമുണ്ടെങ്കിൽ പോലും ഒരു വ്യായാമത്തിന് നമുക്ക് നമ്മുടെ പദവി മോശമാകുമെന്ന് കരുതി നമ്മളതിന് രംഗത്തിറങ്ങുന്നില്ല. അധ്യാപകനായ ഡോക്ടറായാൽ കലക്ടറായാൽ മണ്ണിനോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും 1% പോലും കാണിക്കാത്ത വലിയൊരു ജനസമൂഹത്തെയാണ് അക്കാദമിക് ബന്ധങ്ങളുണ്ട് നാം അറിയാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു ലോകമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NT ഷിജിത്ത് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് മുതിർന്ന യോഗ അംഗങ്ങളെയും യോഗ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ ഉയർന്ന വിജയം നേടിയ മക്കളെയും ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NR രാഘവൻ, ശ്രീഷ ഗണേഷ്, P മോനിഷ, ET ഷൈജ, AK ഉമ്മർ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുകേഷ്, M മോഹനൻ, റഷീദ് മുയ്പോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. യോഗ ട്രെയിനർ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിവേക് നന്ദി പറഞ്ഞു. തുടർന്ന് നടന്ന സംഗീത വിരുന്നിൽ നാടൻപാട്ട് കലാകാരി സിത്താര ചെറുവണ്ണൂരിന്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും അരങ്ങേറി.